ഇന്നത്തെ ഹോം ടൂർ എളൈറ്റിൽ സക്കീറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഈ വീട്ടിൽ വരാൻ കാരണം ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽപ്പെട്ടൊരു പ്ലാനാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാനാണ്. ഈ വീട്ടിലെ വിശേഷങ്ങൾ ഈ വീട്ടുകാർ നമ്മളോട് പറയുന്നതാണ്. അപ്പോൾ സിറ്റൗട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റൗട്ട് വളരെ മിനിമലായിട്ടാണ് ചെയ്തത്. ഇവിടെയും ചെയർ കൊടുത്തിക്ക്, പിന്നെ കൂടുതൽ ആൾക്കാർ വന്ന് ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസും കൊടുത്തിക്ക്. പിന്നെ സിറ്റൗട്ടിൻ്റെ ബാക്കിൽ ഒരു കോട്ടിയാട് കൊടുത്തിക്ക്. ഈ വീടിന് നല്ലൊരു ഹൈലൈറ്റ് കിട്ടുന്ന ഒരു കാര്യമാണത്. ഇവിടെ ആദ്യം എന്തായാലും ഫിഷിന്റെ ഒരു സംഭവം ചെയ്യാനായി നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ആയിരുന്നല്ലോ. പിന്നാണ് ആ ഒരു മെയിൻ്റെനൻസിന്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ കോട്ടിയാട് വാസിത്തിനോട് ഞാനൊരു അഭിപ്രായം ചോദിച്ചതാണ്, നമുക്ക് മാറ്റിക്കൂടെന്ന്. അങ്ങനെ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ വീടിന്റെ മെയിൻ ഡോർ പറയുകയാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തത്. എന്നും ഒരു മോഡൽ നിലനിൽക്കുന്ന ഒരു ടൈപ്പാണിത്. അപ്പം മെയിൻ ഡോർ കയറിയാൽ ഒരു ഫോയറിലേക്കാണ് എത്തുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ വീടിൻ്റെ ലിവിങ് സ്പേസ്. ഇവിടെ എൽ ഷേപ്പിലാണ് സോഫ അറേഞ്ച് ചെയ്ത്. ഇവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട്, അതേപോലെ ഇവിടെ ഡൈനിങ്ങിൽക്ക് വിസിബിളായ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ട്. പിന്നെ ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം നീ ഇത് എനിക്ക് ഇങ്ങനെ ആക്കി തന്നതിന് അതെ വളരെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. അത്യാവശ്യത്തിന് പ്രൈവസി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭക്ഷണത്തിന് നമ്മൾക്ക് ശരിക്കും കൺജസ്റ്റഡ് അല്ലല്ലോ, എല്ലാം ഒരു ഓപ്പൺ ആയിട്ട് ഫീൽ ചെയ്യും. അതെ, ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മിനിമൽ. അതെ അതെ. നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഇതാണ് ഈ വീടിന്റെ ഡൈനിങ്. ഡൈനിങ് എന്ന് വെച്ചാൽ ഒരു 8 ആക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്ത്. അതേപോലെ തന്നെ ഇവിടെ വലിയ വിൻഡോ കൊടുത്തിട്ട്, അപ്പോൾ ഈ വീട്ടിലേക്ക് നല്ല വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഡൈനിങ് സ്പേസ് എന്ന് വെച്ചാൽ അത്രയും സ്പേസ് യൂട്ടിലൈസ് ചെയ്തിക്ക്. അതിലേറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു അതെ ആ വാള് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഡൈനിങ് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഈ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ വരികയാണെങ്കിൽ, ബെഡ്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒക്കെ ഒരു മിനിമലായിട്ടാണ് ഇവിടെ ചെയ്തത്. അത്യാവശ്യത്തിന് വലിയ വിൻഡോസ്. അത് ഞാൻ ആദ്യ വാസ്യത്തിനോട് പറഞ്ഞിട്ടുണ്ട്, എന്താ വെച്ചാൽ എനിക്ക് ഓവർ ആയിട്ടുള്ള ഒരു മോഡലും വേണ്ട, ഏറ്റവും മോശമാവരുത്. അതെ, അതുകൊണ്ടാണ് ഒരു മിനിമലായിട്ടാണ് എല്ലാം. അതെ അതെ അതെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു വർക്കും അങ്ങനെയല്ല, ഈ ഒരു മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള വിനീറാണ് നമ്മൾ ഉപയോഗിച്ച് ഇതൊക്കെ. അതെ, വിനീറിൽ ചെയ്താണല്ലോ. ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് ഈ ഒരു പാസേജിൽ തന്നെയാണ് കൊടുത്ത്. ഇതാണ് ഈ ടോയ്ലറ്റ്. ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് ഇത്ര ഭംഗിയാകാൻ കാരണം ഇത് കറക്റ്റ് സെൻട്രലാണ് കൊടുത്ത് ഈ ഒരു സ്പേസിൻ്റെ. അതുകൊണ്ടാണ് ഈ സ്റ്റെയറാണ് ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പക്ഷേ നമ്മൾ ആദ്യം ചർച്ചയിലിട്ടത് നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ട് അതെ അതെ റൈറ്റിലേക്ക് കൊണ്ടുപോകാനായിരുന്നു. അത് എല്ലാവരും ചെയ്യുന്ന ഒരു മോഡലാണ്. അതെ അതെ. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വെച്ചാൽ നമുക്കൊരു വൈക്കൊരു പ്രോബ്ലം ഉണ്ടോ എന്നുള്ളൊരു നമ്മളന്ന് ചർച്ചയിലെത്തിയിരുന്നു. പിന്നെ സ്പേസ് നമുക്ക് നീ തന്നെ വാസ്യത്തിനെ ക്ലിയർ ചെയ്ത് തന്നതാണ്, സ്പേസും കാര്യങ്ങളൊക്കെ. ഇവിടെ സ്പേസ് അത്രക്ക് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു പ്രെയർ റൂം. ലാൻഡിങ്ങിൻ്റെ നേരെ താഴെയുള്ള ഭാഗമാണിത്. ഇവിടെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടാണ് ഇവിടെ പ്രെയർ റൂം സെറ്റ് ചെയ്ത്. ഇവിടെ സ്റ്റഡി ഏരിയ കൊടുത്തിട്ട്, സ്റ്റെയറിൻ്റെ റൈറ്റ് സൈഡിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്ത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തിട്ട്, ഇവിടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട്, ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ട്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂമാണിത്. ഈ വീട്ടിലും വലിയ വിൻഡോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, അതുകൊണ്ട് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ അതേപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ട്. ഇവിടെ 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ ഏരിയയിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. റൈറ്റ് സൈഡിലുള്ള ബെഡ്റൂമും ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമും അതേപോലെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഒരു വാളൊക്കെ കൊടുത്ത് ഇവിടെ ഫാമിലി ലിവിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ട്.
സ്റ്റെയർ ഏരിയയിൽ നിന്ന് നേരെ കയറുന്നത് കിച്ചണിലേക്കാണ്. ഇതാണ് നല്ല സ്പേസ് ഉള്ള ഒരു കിച്ചണാണ് ഇവിടെ ചെയ്ത്. ഏകദേശം 7 മീറ്ററിൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ട്, 3.5 മീറ്റർ വിഡ്ത്തും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റിക്ക്. യു ഷേപ്പിലായിട്ടാണ് സെറ്റ് ചെയ്ത്. ഇവിടെ സെൻറ്ററിൽ ഒരു ആലൻഡ് കിച്ചൺ സെറ്റ് ചെയ്തിക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിക്ക്, ഇവിടെ കോക്കറി സെൽഫ് സെറ്റ് ചെയ്തിക്ക്. അതേപോലെ ഇവിടെ ഒരു വാഷ് ബേസിനും ഈ ഒരു ഭാഗത്ത് കിച്ചണിന് വർക്കൊക്കെ കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തേക്ക്. പിന്നെ നേരെ ഇങ്ങനെ എല്ലാ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിക്ക്. ഒക്കെ ഒരു മിനിമലായിട്ടാണ് ഇവിടെ ചെയ്തത്, എന്നാലും നല്ല ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കിച്ചണെ പറ്റി ഈ വീട്ടുകാരോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ അവർ പറയട്ടെ. കിച്ചണിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വീട് ഉണ്ടാക്കുമ്പോഴേ എൻ്റെ ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, കിച്ചൺ അടിപൊളിയാവണം എന്നുള്ളത്. അപ്പം ഞാൻ എന്താണോ വിചാരിച്ച് ഏത് കളർ തീമാണോ അത് ഫുള്ള് ഞങ്ങൾ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയൊരു പ്ലാൻ ആണെങ്കിലും നല്ലോണം കട്ടൗട്ടുകളൊക്കെ കൊടുത്തേക്ക്. ഈ ഇത്രയും ചെറിയൊരു പ്ലാനിൽ ഇത്ര കട്ടൗട്ടുകളൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഇവിടെ വേസ്റ്റ് ആയിട്ട് ഒരു സ്ഥലം എനിക്ക് തോന്നിയിട്ടില്ല. അതെ, അതാണ് ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ്. എനിക്കും ഇഷ്ടപ്പെടാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിൽ കൊടുക്കാൻ കാരണം. ആൾക്കാർക്ക് ഉപകാരമുള്ള വീഡിയോസ്. ഇതിന് മുമ്പ് തന്നെ കുറച്ച് ആളുകൾ, കുറച്ച് ആളുകൾ നമ്മളെ അടുത്തുള്ള കുറേ ആളുകൾ വന്ന് അവർക്ക് വീട് ഇത് നോക്കിയിട്ട് കിച്ചണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അതിന്റെ പ്ലാൻസും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കയറിയാൽ നേരെ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ്. ഇവിടെ ഒരു നല്ലൊരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ട്, പിന്നെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമിന് നേരെ മേലെ അതേ സ്പേസിൽ തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ. പക്ഷെ ഇത് 2 ബെഡാണ്. അതെ, നമ്മൾ അന്ന് 2 ബെഡായിരുന്നല്ലേ ചെയ്ത്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇടുകയും ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് 2 ബേബീസ് കുട്ടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്താണ് നമുക്ക് റൂം ആവശ്യത്തിന് സെപ്പറേറ്റ് സെന്റർ ആക്കാം. പിന്നെ അതേപോലെ ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തേക്കും. മേലത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമാണിത്. ഇതാണ് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം. ഇവിടെയും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള ആക്സസ്. ചെറിയൊരു സ്പേസേ ഉള്ളൂ. ഇതുപോലും നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ട് അയൺ ബോക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത്. അന്ന് പിന്നെ വേറൊരു സ്പേസും താഴല്ല, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മളന്ന് ചർച്ചയിൽ ഇട്ടായിരുന്നു. സ്റ്റോറേജും ഉണ്ട്. ഈ ഹാളിൽ നിന്ന് ചെറിയൊരു ബാൽക്കണിയും കൊടുത്തേക്ക്. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് ചെറിയൊരു ഗ്ലാസ് ഡോറൊക്കെ കൊടുത്തേക്ക്. ഇവിടെ നൈറ്റ് നല്ല ഉഷാറാ. അതെ, നല്ല കാറ്റും നല്ലൊരു ആംബിയൻസ് ആണ്. വെച്ചാൽ നമ്മൾ ഓൾറെഡി ഹൈറ്റിലാ. ഇതിന്റെ ഡിസൈന് മുമ്പ് നമ്മൾ കണ്ടംപററി സ്റ്റൈലായി കൊടുത്ത്, പിന്നെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തത്. അതെ, അത് ഏത് കാലം നമുക്ക് ഇനിയിപ്പോ ഒരു 5 വർഷമോ 10 വർഷം കഴിഞ്ഞാലും ഇതിന്റെ മോഡല് ഔട്ട് ആവൂല. അതുകൊണ്ട് ഇന്നും ഈ ഒരു 2-3 വർഷമായില്ല ഇപ്പൊ വർക്ക് കഴിഞ്ഞിട്ട്, ഇന്നും ആ ഒരു പുതുതായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഞാൻ ഈ വീട് നിർമ്മിച്ചതിൽ വളരെ വളരെ ഹാപ്പിയാണ്. ബാസിത്ത് ഞാൻ ഉദ്ദേശിച്ചതുപോലെ പ്ലാൻ ചെയ്ത് തന്നു, വർക്കൗട്ട് ചെയ്ത് തന്നു. എൻ്റെ ആഗ്രഹപ്രകാരം ഒരു വീടായി. ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ആഗ്രഹപ്രകാരം ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ബാസിത്തുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീട് ഈ ഫ്രീ സ്പേസ് ആയിട്ട് എവിടെയോ ആയിട്ടില്ല. എല്ലാം ഉപയോഗത്തിൽ പറ്റിയ സ്ഥലമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത കാര്യങ്ങൾ നമ്മൾ
ഈ ബാസിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജിനീയറാണ് ഇത് ചെയ്തത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളോട് തന്നെ ഈ കോണ്ടാക്ട് നമ്പറൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഏതായാലും നല്ലൊരു വീടായല്ലോ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ ഇനിയും ഞങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ